ഹലോ റെസ്പുട്ടിൻ ചാനലിലേക്ക് സ്വാഗതം. കൊച്ചിൻ വൈബ്സ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് HMT കളമശ്ശേരി HMT ജംഗ്ഷനിൽ. എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ സംഭവം നമ്മൾ നടന്നിട്ടുണ്ട്. എന്താണ് സംഭവം? കുറ്റിയും പറിച്ച് രാവിലെ ഇറങ്ങാൻ എന്താണ് സംഭവം? ഇടയിൽ നോക്ക് നീ എന്താണ്? AC ഒക്കെ ഉള്ള ബസ് സ്റ്റോപ്പ് നമുക്ക് നോക്കാം. അകത്തേറി നോക്കാം എന്താണ് ഇതിന്റെ പ്രത്യേകത. ഇവർ രാവിലെ വിളിച്ചിറക്കിയതാണ്. വിൻഡോച്ചൊക്കെ പൊളി സെറ്റപ്പ് ആയി പോയിട്ടോ. ഇത്രയൊരു സംഭവം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു AC ബസ് സ്റ്റോപ്പ് നമ്മുടെ കളമശ്ശേരി HMT വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് വേറെ ലെവലായി പോയിട്ടുണ്ട്. വന്നേ നോക്കട്ടെ. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഇവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട്, USB ചാർജർ പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഫാന്റെ കാര്യങ്ങള്. ആൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ബസ് സ്റ്റോപ്പ് AC ആണോ അത്. ആളുകൾ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ വന്നു ഇവിടെ ഇരുന്നു. എന്തായാലും നൈസ് സ്പോട്ടായിട്ടോ. തണുപ്പ്, പാട്ടിന്റെ പാട്ട്, വണ്ടി വരും. അല്ലേ ഫുൾ സെറ്റപ്പ് ആയിട്ട് എത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്നാലും നല്ലൊരു ചെടി തന്നെയാണ് എടുത്തേക്കുന്നത്. പക്ഷെ വേറെ കൃഷ്ണന് വണ്ടി വന്നാൽ കയറി പോകാൻ തോന്നത്തില്ല. അതെ, എന്താളിയാ നീ പോകുമോ ഇവിടുന്ന്? ഞാൻ പോകാൻ തോന്നല. രാവിലെ കുഴപ്പമൊന്നുമില്ല. അതെ, ഇങ്ങനെ എനിക്ക് വന്ന് കേരളത്തിൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് വന്ന് കുറച്ചും കൂടെ. അതെ, ഇത് പിന്നെ ഇമ്പോർട്ടായിട്ടാണ് ഈ സംഭവം ചെയ്തേക്കണം. പി രാജീവും ഇതിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ധനകാര്യമന്ത്രി ആളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പൊളി പരിപാടി കേട്ടോ. പാട്ടിന് പാട്ട്, ഡസ്റ്റ്ബിൻ ഉണ്ട്, ഫോൺ ചാർജ് ചെയ്യാം, അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട്. എല്ലാരും ഇത് അറിഞ്ഞിട്ടില്ലാവണോ? അധികം ആൾക്കാർ കാണുമ്പോ എല്ലാം ഇത് പ്രൈവറ്റ് സാധനം വിചാരിച്ചാൽ ആൾക്കാർ കയറുന്നില്ല. ആൾക്കാർ കയറാൻ ഒരു പേടി കാണിക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ അർത്ഥം എന്താ എനിക്ക് പറയുന്നത്? എനിക്കൊന്ന് പൈസ കൊടുത്തിട്ടാണ് ആൾക്കാരൊന്നും പേടിക്കൊന്നും വേണ്ട. നമ്മുടെ എല്ലാവർക്കും വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണ്. എന്തായാലും അത്യാവശ്യം നല്ല റീച്ച് ആവണം. എല്ലാവരിലേക്ക് എത്തണം. അത്യാവശ്യം നല്ല കമ്പനികളും ഇതുപോലെ ഇനിഷ്യേറ്റീവായിട്ട് അവര് ഒരു സ്പോൺസർഷിപ്പ് പോലെ നമുക്ക് ഒരു കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അതെ. മെയിൻ്റെനൻസ് ആണ് മലയാളികൾക്ക് ഇങ്ങോട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. ക്ലീനിങ് ഒരു വൃത്തിക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാക്സിമം വൃത്തികേടാക്കാതിരിക്കുക. അതെ, ഡസ്റ്റ്ബിൻ കാര്യങ്ങളൊക്കെ എല്ലാം അത് തന്നെ ശരിക്കും നോക്കുക. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രായ ആൾക്കാരും നമ്മൾ ചെറുപ്പക്കാരും പുതിയ ആളുകൾ പുതിയ കുട്ടികൾ വരുമ്പോഴായാലും അവരും അത് ഫോളോ ചെയ്ത് പോകണം. എന്നാലാണ് പുതിയൊരു അളിയാ നീ ഇത്രയ്ക്ക് നന്നായോ? പിന്നെ നന്നാവണ്ടേ. ഓക്കെ. അപ്പം സൈനിങ് ഓഫ്.